ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അത് നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ഡേറ്റ്സ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏകദേശം ഒന്ന് രണ്ട് ഡേറ്റ്സ് മാത്രമേ അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അങ്ങനെ തന്നെ ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡേറ്റ്സും കുറച്ച് കട്ടിയുള്ള ഡേറ്റ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കട്ടിയില്ലാത്തതാണെങ്കിൽ ഇങ്ങനെ കുതിരാനിടേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്കാവാനായിട്ട് ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മിക്സിയിൽ ഇതൊന്ന് അരച്ചിട്ടാണ് ഈ റെസിപ്പി റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കുതിരാനിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് 2-3 പിടി ബദാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ബദാം ഫ്രൈ ആയി വരാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് അത് അത്യാവശ്യം ഫ്രൈ ആയതിനു ശേഷം ഞാൻ കാഷ്യൂ ഇട്ട് കൊടുത്തത്. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പീനട്ടോ അല്ലെങ്കിൽ വാൾനട്ടോ എന്തെങ്കിലും ഉള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ടേസ്റ്റിനനുസരിച്ച് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ വളരെ ഫൈനായിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ചിട്ടുണ്ട്. തരികൾ തീരെ തരിയായിട്ട് പൊടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. നമുക്കിടയ്ക്ക് അത് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ലെവലിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല കുറച്ച് തരിയായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1-2 മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വെച്ചിട്ടുണ്ട്. തലേന്നേ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഡയറക്റ്റ് കഴിക്കുന്നതിനേക്കാട്ടിലും ഇരട്ടി ബലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 1-2 മണിക്കൂറെങ്കിലും മിനിമം അത് കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ ആ വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റുള്ള ഒരു വെള്ളമാണ് അത്, കുതിരാനിട്ട വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വലിയവർക്കായാലും അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1-1.5 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സ് ഇതെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുരുവൊക്കെ മാറ്റി നമുക്ക് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഡേറ്റ്സും നമ്മൾ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കാനായിട്ട് വെള്ളം നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒഴിക്കരുത്. കാര്യം വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും ഇത് നീണ്ടു പോകും, പിന്നെ നമ്മളത് വെള്ളം വറ്റിക്കാനായിട്ട് നടക്കണം. അപ്പോൾ നന്നായിട്ട് ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ടത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷേ നമ്മൾ പിന്നെ വെള്ളം വറ്റിക്കാനായിട്ട് മെനക്കെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉണക്കമുന്തിരി മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു
1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ ഒക്കെ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച്. കാര്യം ഇത് അരയാനായിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കാൻ നടക്കണം. ഇതാകുമ്പോൾ ശർക്കര പാനിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു മധുരവും കിട്ടും. അത് നമുക്ക് എന്താ പറയുക, അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ പഞ്ചസാരയുടെ ചേർക്കുന്ന ഒരു ഇതില്ലല്ലോ, ശർക്കരയാകുമ്പോൾ നമുക്ക് ദോഷമില്ല. അപ്പോൾ അങ്ങനെ ശർക്കര പാനിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഈ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഇല്ലേ, അപ്പോൾ ആ നട്ട്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ബദാമിൻ്റെ പീസുകളൊക്കെ കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇത് നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും അറിയില്ല. അഥവാ കടിച്ചാലും ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിടുന്ന കാരണം നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം എന്താ പറയുക, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നിടം വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് മിക്സാക്കി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു 1-2 പ്രാവശ്യമായിട്ട് ഓരോ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വളരെ കുറച്ചായാലും ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1-2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ, 5-10 മിനിറ്റ് കൂടുതലെടുത്താലും കുഴപ്പമില്ല. അതായത് അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ തന്നെ അതിലെ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വരട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വിട്ട് തുടങ്ങിയിട്ടുണ്ട് പാനിൽ നിന്ന്. എങ്കിലും കുറച്ച് നേരം നമുക്ക് ക്ഷമയോടുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സാക്കി പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നല്ല ചൂടൊക്കെ ആറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൈകൊണ്ട് നമുക്ക് എടുത്ത് ഉരുട്ടാൻ പാകത്തിനുള്ളൊരു ചൂടാകുമ്പോഴത്തേക്കും നമുക്കിത് കയ്യിലൊരല്പം നെയ്യ് പുരട്ടിയിട്ട് നമുക്കിതൊരു ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഡേറ്റ്സ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഓരോ ബോൾസാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന, വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. HB ഒക്കെ കുറവുള്ളവർക്ക് ഇത് ഒരെണ്ണം ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ HB കൂടുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും, മധുരമൊക്കെ ഉള്ള റെസിപ്പി ആയതുകൊണ്ട്. അതുപോലെ ഒരുപാട് നാളിത് ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ 1-2 മാസം വരെ ഇത് കേടാവാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നാളിരുന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.